ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ കഥാനായികയായിട്ടുള്ള ഡാർബി ഡ്രഗ്സ് നന്നായിട്ട് യൂസ് ചെയ്യും, അതിന് അഡിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ ഉള്ളത് ഒരു ഡി അഡിക്ഷൻ സെന്റർ ഹോസ്പിറ്റലാണ്. ഒരു കാരണം കൊണ്ട് ഡാർബിക്ക് അവിടെ നിന്നും ചാടേണ്ടി വരികയാണ്. എന്നാൽ നല്ല മഞ്ഞുള്ളത് കൊണ്ട് തന്നെ പോകേണ്ട സ്ഥലത്തേക്ക് അവൾ എത്തിയില്ല, പകരം മറ്റൊരു ഹോട്ടലിലേക്ക് എത്തുകയാണ്. ആ ഹോട്ടലിൽ അവളടക്കം ഒരു 6 പേരുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് നടന്നത് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളായിരുന്നു. ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള വയലൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും അവൾ പോകുന്നുണ്ട്. എന്തായിരിക്കും അന്നേ രാത്രി നമ്മുടെ ഡാർബിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക, ആ ഹോട്ടലിൽ എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? നമുക്ക് നേരെ ആ കഥയിലേക്ക് ചെന്നാലോ, ഈ ത്രില്ലിംഗ് സ്റ്റോറിയിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ഡാർബിയെ കാണിക്കുകയാണ്. ആളിപ്പോൾ ഉള്ളത് ഒരു ഹോസ്പിറ്റലാണ്, അതും ഡി അഡിക്ഷൻ സെന്ററിൽ. നന്നായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്ത് നന്നായിട്ട് ആൾക്കാരെ കൊണ്ടും കുടുംബക്കാരെ കൊണ്ടും പറയിപ്പിച്ച് ഒരു രക്ഷയില്ലാതെ ഡാർബിയെ ഇവിടെ കൊണ്ടാക്കിയതാണ്. എന്തായാലും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇവിടുത്തെ പേഷ്യൻസിന് ഇങ്ങോട്ടേക്കേ കോള് വരുള്ളൂ. ഈ പേഷ്യൻസിന് ഇവരുടെ ബന്ധുക്കളെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറ്റില്ല, അതിനുള്ള പെർമിഷൻ ഈ ആശുപത്രിയിൽ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഡാർബിക്ക് ഒരു കോള് വരികയാണ്. അവളുടെ കൂട്ടുകാരിയെ വിളിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, തലയിൽ എന്തോ ഒരു ബ്ലോക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ആ ഒരു വിവരം പറഞ്ഞ സമയത്ത് ഡാർബിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അമ്മയെ കാണണം എന്നുള്ള ആ ഒരു ചിന്ത ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ അവളുടെ ചേച്ചിയെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം സ്റ്റാഫിനോട് പറഞ്ഞ സമയത്ത് അയാൾ പറയാണ്, ഹേയ് മാഡം, അതൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര കോളുകൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം, പക്ഷെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വിളിക്കാനുള്ള പെർമിഷൻ ഇല്ല എന്ന് നമ്മുടെ ഡാർബി കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഞാൻ ഒന്ന് നോക്കട്ടെ, ഡോക്ടർ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിളിക്കുന്ന സമയത്ത് ഡോക്ടർ ഫോൺ എടുക്കുന്നില്ല, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ആകെ എന്താ ചെയ്യാന്ന് കൺഫ്യൂഷനായ ഡാർബി ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളുടെ റൂമിന്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത റൂമിൽ ഒരു ലേഡി ഉണ്ട്. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നിന്റെ കയ്യിലൊരു ഫോൺ ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതൊന്ന് തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ആദ്യമൊക്കെ ഈ ലേഡി പറഞ്ഞു, ഇല്ല ഞാൻ തരില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കൊടുക്കുന്നു ഡാർബി പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയോണ്ട് ഡാർബിക്ക് ഈ ലേഡി ഫോൺ കൊടുക്കുകയാണ്. ഫോൺ കിട്ടിയ പാട് തന്നെ ഡാർബി വിളിക്കുന്നത് അവളുടെ ചേച്ചിയാണ്. എന്നാൽ ചേച്ചിയുടെ പ്രതികരണം ഭയങ്കര മോശമായിരുന്നു. കാരണം അത്രയും പറയിപ്പിച്ചിട്ടാണ് ഡാർബി ഇവിടുന്ന് പോയിട്ടുള്ളത്. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അല്ല നിനക്ക് എവിടുന്ന ഫോൺ കിട്ടിയത്, അവിടെ ഇങ്ങോട്ടേക്ക് വിളിക്കാനുള്ള പെർമിഷൻ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ വിളിച്ചത്? അമ്മയെക്കുറിച്ച് ഡാർബി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ചേച്ചി ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ കൂടി സങ്കടമായ ഡാർബി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇന്നേ ദിവസം രാത്രി തന്നെ ഈ ഒരു ആശുപത്രിയിൽ നിന്നും ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളുടെ മുറിയിലേക്ക് പോകണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ചുറ്റിക, കട്ടിംഗ് പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ബാഗിലേക്ക് പെറുക്കിയെടുത്തുകൊണ്ട് അവൾ നേരെ കാർ പാർക്കിങ്ങിലോട്ട് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു കാർ എങ്ങനെയൊക്കെയോ തുറന്ന് അവൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ചാവില്ലല്ലോ. അതിനാണ് ഈ ഒരു ഇരുമ്പും അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറും അവൾ കൊണ്ടുവന്നത്. ഇതിന്റെ അടിഭാഗത്ത് ആ ഒരു ബോക്സിനിട്ട് ഒരു തല്ലും കൊടുത്ത് അത് പൊളിച്ച് 2 വയർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പാർക്ക് ചെയ്ത് വണ്ടി ഒരു വിധത്തിൽ സ്റ്റാർട്ടായത്. അങ്ങനെ ആ ഒരു സ്റ്റാർട്ടായ കാറുമായിട്ട് അവൾ നേരെ അവളുടെ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ മഞ്ഞുകാലമാണ്, പക്ഷേ അതിനൊരു പരിധിയില്ല. ഇപ്പൊ മഴക്കാലമാണെങ്കിലും നോർമലായിട്ട് മഴയുള്ളതിനേക്കാൾ കൂടുതലായിട്ട് മഴ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. അതുപോലെ തന്നെ ആ നാട്ടുകാർക്കും കൂടുതലായിട്ട് മഞ്ഞുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. അവൾക്ക് മനസ്സിലായി ഇനി അധിക ദൂരം മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലായിട്ട് ഒന്ന് കാർ ഒതുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കാറിന്റെ ഉള്ളിൽ വെച്ച് അവൾക്കൊരു ഡ്രഗ്സിന്റെ പാക്കറ്റ് കിട്ടുന്നുണ്ട്. ഇത് അടിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനായി. കുറെ ദിവസം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. മാത്രമല്ല അമ്മയെ കാണാൻ പോവാണ്. ഈ സമയത്ത് അടിക്കുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ആ ഒരു കൺഫ്യൂഷനിൽ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് ഈ കാറിന്റെ ചില്ലിൽ തട്ടുകയാണ്. അവൾ ചില്ല് താത്തി. എന്താണ് സാറേ ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, എന്തായാലും മേഡം നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല, പറ്റെങ്കിലും തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്. തണുപ്പ് ഇത്ര കഠിനമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കസ്റ്റമേഴ്സും പോകാറില്ല, അവിടെ ഇപ്പോൾ വർക്കേഴ്സും ഇല്ല, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയിക്കോ. എന്തായാലും തിരിച്ചു പോകാൻ നമ്മുടെ ഡാർബിക്ക് മറ്റൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നല്ല തണുപ്പാണ്, നല്ല മഞ്ഞാണ്, അതുകൊണ്ട് തന്നെ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. എന്തായാലും ഡാർബി മാത്രമായിരുന്നില്ല അങ്ങോട്ടേക്ക് വന്നത്. നല്ല തണുപ്പുണ്ടായത് കൊണ്ട് തന്നെ വഴിപോക്കരായിട്ടുള്ള കുറച്ച് യാത്രക്കാരും അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വാഹനമെല്ലാം പുറത്ത് കാണുന്നുണ്ട് ഡാർബി. എന്തായാലും ഡാർബി അവളുടെ ആ ഒരു കാറെല്ലാം പാർക്ക് ചെയ്തുകൊണ്ട് നേരെ ആ ഒരു ഹോട്ടലിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ചെന്ന വാർഡ് തന്നെ അവിടുത്തെ ബെഞ്ചിൽ ഒരുത്തൻ നല്ലോണം കിടന്ന് ഉറങ്ങുന്നുണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ടേബിളിൽ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ മട്ടും ഭാവത്തിലൊന്നും അത്ര നല്ലതായിട്ടൊരു പന്തികേട് തോന്നുന്നില്ല. ഒരു ചെറിയ ലെവൽ സൈക്കോപാത്ത് ലെവലിലാണ് അവനുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള 2 കപ്പിൾസും, ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും. അപ്പൊ കയറി ചെന്നപാട് തന്നെ ഡാർബി ബാത്റൂം എവിടെയാണ് ചോദിക്കുകയാണ്. അവരൊരു ഡയറക്ഷൻ കാണിച്ചു കൊടുത്തു. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പല ഭാഗത്തായിട്ട് പോലീസുകാർ അവരുടെ ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഈ ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് എത്തുകയാണ് ഡാർബി. അവിടെ എത്തിയിട്ട് മെസ്സേജ് നോക്കുന്ന സമയത്ത് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നീ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല, നീ അമ്മയെ കാണുകയും വേണ്ട. അവളാകെ ടെൻഷനിലാവുകയാണ്. ഡ്രഗ്സ് ആണെങ്കിൽ കയ്യിലുണ്ട്, അതങ്ങനെ കയ്യിൽ വെച്ച് ഇത് അടിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. കാരണം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് അത് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബാലികേറ മല പോലുള്ള പരിപാടിയാണ്. മാത്രമല്ല പിന്നെ ഫോണിൽ നോക്കുമ്പോൾ സിഗ്നലും കിട്ടുന്നില്ല. അത് ഈ സിഗ്നലുള്ള ഭാഗത്ത് നിന്ന് ഓൾറെഡി വന്നു കിടന്ന മെസ്സേജാണ് ഇപ്പൊ നമ്മുടെ ഡാർബി വായിച്ചത്. അങ്ങനെ ബാത്റൂമിന്റെ പുറത്തേക്ക് എത്തിയ സമയത്ത് നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ പുറത്ത് പോയിട്ട് എന്തൊക്കെയോ പ്രവൃത്തോണ്ട് വരികയാണ്. ഇവിടെ എവിടെയും റേഞ്ച് ഇല്ല. പുറത്ത് ആ ഒരു മൂലക്ക് പോയി നിന്ന ഒരു കട്ടയെങ്ങാനും കിട്ടുന്നുണ്ട്. പുറത്ത് പോയി നിന്ന ഒരു കട്ടയെങ്ങാനും കിട്ടുന്നുണ്ടോ, എന്നാ പിന്നെ പുറത്ത് പോയിട്ട് ഒന്ന് ചേച്ചിയെ വിളിച്ചു
നോക്കുക എന്ന് കരുതിയിട്ട് അവള് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. റേഞ്ച് കിട്ടുന്ന ഭാഗത്ത് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഒരു മുരൾച്ച കേൾക്കുകയാണ് കേട്ടോ. ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണത്. ഇതിപ്പോ ഇവിടുന്ന് ഈ ഒരു ശബ്ദം എന്താണ് ആ ശബ്ദം എന്ന് അറിയാത്തതുകൊണ്ട് ഡാർബി ചുമ്മാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിന്റെ ഇടയിൽ ഈ വാനിന്റെ ഉള്ളിലേക്ക് നോക്കാണ്. നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു 10-12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ കൈ കെട്ടിയിട്ടുണ്ട്, വായ മൂടി കെട്ടിയിരിക്കുകയാണ്. അവൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മുരൾച്ച ഉണ്ടാകുന്നത്. പരമാവധി വേഗം തന്നെ ഡാർബി ആ ഒരു വാഹനം അല്ലെങ്കിൽ ആ ഒരു വാന് തുറന്നുകൊണ്ട് ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന്റെ ആ ഒരു വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഡാർബി ഒരു കാര്യം ചെയ്യാണ്, ക്യാമറ ഓൺ ആക്കുകയാണ്. എന്നിട്ട് ഈ വണ്ടിയുടെ നമ്പർ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെക്കുകയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് ഫോണിൽ സിഗ്നൽ കിട്ടുമെന്ന് ഒരിത്തിരി എങ്ങാനും കിട്ടിയ സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ 911ലേക്ക് അടിക്കുകയാണ്, കാരണം പോലീസിലേക്ക്. പക്ഷെ കോള് പോകുന്നില്ല, മതിയായ സിഗ്നൽ ഇല്ല. ഇതേ സമയത്തിന് ആ ഒരു അപ്പൂപ്പൻ പുറത്തേക്ക് വന്നിട്ട് എന്താ മോളെ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. ഈ അപ്പൂപ്പന്റെ പേര് ആഷ് എന്നാണ്. അതുപോലെ തന്നെ അപ്പൂപ്പന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലാർസ് എന്നാണ്. എന്തായാലും അപ്പൂപ്പൻ പുറത്തേക്ക് വന്നിട്ട് എന്താ മോളെ കാര്യം ചോദിച്ച സമയത്ത് ഡാർബിക്ക് ഒരു പേടി തോന്നുകയാണ്. ഇനി എങ്ങാനും ഈ അപ്പൂപ്പൻ ആയിരിക്കുമോ ആ ഒരു കുട്ടിയെ തട്ടി കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു പേടി കൊണ്ട് ഒന്നുമില്ല, ഞാൻ ഫോണിൽ റേഞ്ച് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് റേഞ്ച് കിട്ടിയോ? ഇല്ല അപ്പൂപ്പ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ മോളെ അധികം നേരം പുറത്ത് നിൽക്കണ്ട, നല്ല മഞ്ഞിട്ട് നീ ഇങ്ങോട്ട് കയറി പോകുന്നോളി എന്ന് പറയാണ്. അപ്പൊ നന്നായിട്ട് തന്നെ ഡാർബിക്ക് ഈ അപ്പൂപ്പന്റെ മേത്ത് സംശയം തോന്നുന്നുണ്ട്. അതായത് ഈ ആഷിന്റെ മേത്ത് മാത്രമല്ല, ഒരു സേഫ്റ്റി പ്രിക്യൂഷന് വേണ്ടിയിട്ട് അവളൊരു കാര്യം ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബാഗിലേക്ക് കുറച്ച് ആയുധങ്ങൾ ഇട്ട് വെച്ചില്ലേ, അതിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അവൾ അവളുടെ ബനിയന്റെ പിന്നിൽ വെക്കുകയാണ്. എന്തായാലും ഇതിന് ശേഷം ആ ഒരു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് നേരത്തെ ഒരു പയ്യൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ലേ, അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണെല്ലാം തിരുമിയിട്ട് വരികയാണ് കേട്ടോ. അവന്റെ പേര് ഡെന്നീസ് എന്നാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രാന്തനെ പോലെ ഒരുത്തിനെ കണ്ടില്ലേ, അവന്റെ പേര് സാൻഡി എന്നാണ്. തൽക്കാലം നമുക്ക് അവനെ സൈക്കോ സാൻഡി എന്ന് വിളിക്കാം. എല്ലാവരും ചിരിച്ചും കളിച്ച് തന്നെയാണ് വർത്താനം പറയുന്നത്. ഇതിൽ ആര് സംശയിക്കണമെന്ന് നമ്മുടെ ഡാർബിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവളൊരു ചെറിയൊരു ഐഡിയ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഈ ഒരു നമ്പർ പ്ലേറ്റിലൊക്കെ ഓരോ സ്റ്റേറ്റിന്റെയും ആ ഒരു ആദ്യാക്ഷരം വെച്ചായിരിക്കുമല്ലോ, KL KA അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വാനിന്റെ കോഡ് അവൾ നോക്കിയപ്പോൾ സ്ഥലപ്പേര് കിട്ടി. അപ്പോ ഈ വന്ന ആൾക്കാരോട് ചുമ്മാ സംസാരിച്ച് അവരുടെ സ്ഥലപ്പേര് കിട്ടുകയാണെങ്കിൽ അത് രണ്ടും ഒരുപോലെ ആവുകയാണെങ്കിൽ തട്ടിക്കൊണ്ടുവന്ന ആള് അത് തന്നെ. ഇതിനിടയിൽ നമ്മുടെ ആഷപ്പൂവൻ ഒരു കാര്യം പറയാണ്, നമുക്കൊരു കാർഡ് കളിച്ചാലോ? എന്നാ പിന്നെ ഒരു റൗണ്ട് കളിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. സൈക്കോ സാൻഡിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഓരോരുത്തരോടും ചുമ്മാ നമ്മുടെ ഡാർബി അങ്ങനെ സംസാരിക്കുകയാണ്. അവരെവിടുന്നാ വരുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷെ അവർ വരുന്ന സ്ഥലവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും അതൊന്നും മാച്ച് ആവുന്നില്ല. ഈ സമയത്ത് ഡാർബി മറ്റൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എല്ലാവരും എങ്ങോട്ടാ പോകുന്നത്? ആ ഒരു രീതിയിൽ ഓരോരുത്തരോടായിട്ട് ചോദിക്കാൻ തുടങ്ങുകയാണ്. അതിനിടയിൽ ഈ സൈക്കോ സാൻഡി ഉണ്ടല്ലോ, അവൻ എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ പേരാണ് ഒരു കോഡ് പോലെ നമ്പർ പ്ലേറ്റിലുള്ളത്. അതായത് ഇയാൾ തമിഴ്നാട്ടിലേക്കാ പോകുന്നതെങ്കിൽ ആ വാനിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ TA എന്നാണ്. അപ്പൊ തന്നെ നമ്മുടെ ഡാർബിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൻ തന്നെയാണ് ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതെന്ന്. ഇതിനിടയിൽ ഈ കളിയിൽ സൈക്കോ സാൻഡി തോൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കാർഡ് മുഴുവൻ അവൻ ഒരു ഏറ് കൊടുക്കുകയാണ്. ഞാനില്ല ഈ പൊട്ട കളിക്കുന്ന പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു പ്രാന്തൻ സ്വഭാവം. എന്തായാലും നിലത്ത് വീണ കാർഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈക്കോ സാൻഡി പെറുക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഡാർബി ഞാനിപ്പോ ബാത്റൂം പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവള് നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. റേഞ്ച് കിട്ടുന്നോ നോക്കുന്നുണ്ട്, റേഞ്ച് ഇല്ല. അതുപോലെ തന്നെ കോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് റേഞ്ച് ഉണ്ടെങ്കിലല്ലേ പോലീസിന് കോള് പോകുള്ളൂ. എന്തായാലും ഒരു കാര്യം ഡാർബി ചെയ്തു വെക്കാണ്, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, വാനിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, വാൻ നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ സിഗ്നൽ വന്നാൽ മാത്രമേ ആ ഒരു മെസ്സേജ് പോവുകയുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും ഈ ഒരു കാര്യം ഇപ്പൊ തന്നെ നമ്മുടെ ഡാർബി ചെയ്തു വെക്കാണ്. എങ്ങാനും സിഗ്നൽ ഒരു ഇച്ചിരി കിട്ടിയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് പോയിക്കോളുമല്ലോ. അതുപോലെ തന്നെ ബാത്റൂമിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. അവൾ ഇതിന്റെ ബേക്കിലുണ്ടായിരുന്ന ആ ഒരു ഡോർ എങ്ങനെയൊക്കെയോ തുറന്നുകൊണ്ട് ആ ഒരു ബേക്ക് ഡോറിലൂടെ നേരെ പുറത്തേക്ക് പോയിട്ട് വാനിന്റെ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. പരമാവധി ഈ ഡോർ അവൾ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവസാനം ആ ഒരു വാതിൽ അവൾ തുറക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടിയെ അവൾ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഈ ഒരു പെൺകുട്ടി, അവളുടെ പേര് മില എന്നാട്ടോ. അപ്പൊ ഈ മിലയുടെ കയ്യിലായിട്ട് ഒരു ബാൻഡേജ് നമ്മുടെ ഡാർബി കാണുന്നുണ്ട്. ആ ബാൻഡേജ് അങ്ങനെ വെച്ചതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മെഡിസിൻ കൊടുക്കണം. അപ്പൊ അതിന്റെ ആ ഒരു റിമൈൻഡർ ആണ് കയ്യിലുള്ള ആ ഒരു ബാൻഡേജ്. അപ്പൊ ഇതെന്തായിരിക്കും, എന്തോ അസുഖമുള്ള ഒരു കുട്ടിയാണ്, എന്താ ചെയ്യാന്ന് ഒന്നും അറിയാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡാർബി നോക്കുമ്പോൾ ആ ഒരു സൈക്കോ സാൻഡി അവൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വാനിന്റെ പിന്നിൽ ഒന്ന് പതുങ്ങിയിരുന്ന് തലയിൽ കൂടി ഒരു തുണി അവളിടുകയാണ്. ഉള്ളിലേക്ക് കയറി വന്ന ഈ ഒരു സൈക്കോ സാൻഡി ഇവളെ കണ്ടില്ല, അതായത് നമ്മുടെ ഡാർബിയെ കണ്ടില്ല. അതുപോലെ തന്നെ സാൻഡി പറയാണ്, ഡേ പെണ്ണ എന്താ തണുക്കുന്നുണ്ടാ? എന്തായാലും കാർ ഒന്ന് ചൂടാക്കിയിടാൻ വേണ്ടി ഞാൻ വന്നതാണ്. നല്ല ചൂടില് അടിപൊളിയായിട്ട് നീ കിടന്നുറങ്ങിക്കോ. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, നിന്നിപ്പോ കൊണ്ടുപോകാൻ പോകുന്നത് നല്ലൊരു അടിപൊളി വീട്ടിലേക്കാണ്, പണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഈ സമയത്താണ് സാൻഡി ഈ ഒരു വാനിന്റെ ആ ഒരു ചില്ലുണ്ടല്ലോ അതൊരു ഇച്ചിരി തുറന്നു കിടക്കുന്നത് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിലൂടെയാണ് നമ്മുടെ ഡാർബി ഈ ഒരു പെൺകുട്ടിയെ കണ്ടത്, മിലയെ കണ്ടത് തന്നെ. ഇത് പാരെ തുറന്നിട്ടത് ആകെ കൺഫ്യൂഷനായ ഈ ഒരു സൈക്കോ സാൻഡി അതടച്ചിട്ട് പെണ്ണെ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് മിലയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇത് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ ഡാർബി അവളെ നോക്കിയിട്ട് പറയണം, മോളെ ഇപ്പൊ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇപ്പൊ എങ്ങാനും നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക്, വീടെല്ലാം ഒരു പഴയ ഹോട്ടലാണ്, അങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുപോവാണെങ്കിൽ എന്തായാലും ഈ സാൻഡി അവൻ നമ്മളെല്ലാവരെയും കൊല്ലും. കാരണം അവന്റെ കയ്യിൽ ഗണ്ണുണ്ട്. അവൻ ആ ചില്ലടക്കാൻ നേരത്ത് അവന്റെ അരയിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോള് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് ഞാൻ ബാക്കിയുള്ളവരോട് ചെന്നിട്ട് കാര്യങ്ങൾ പറയട്ടെ. അങ്ങനെ പതിയെ ആ ഒരു ഡോർ അടിച്ചുകൊണ്ട് നമ്മുടെ ഡാർബി നേരെ ബാത്റൂമിന്റെ പിന്നിലൂടെയുള്ള ഒരു ഡോറിൽ കൂടെ കയറിയിട്ട് ബാത്റൂമിലേക്ക് കയറി നിൽക്കുകയാണ്. ഇതേ സമയത്ത്
സമയത്ത് തന്നെ മറ്റെന്തോ ഒരു ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന സാൻഡി ഇവൻ നോക്കുമ്പോൾ ഈ വാനിന്റെ പിന്നിലൂടെ മഞ്ഞല്ലേ നടന്നു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന്റെ ആ ഒരു കാൽപ്പാട് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കാൽപ്പാട് നോക്കുമ്പോൾ ഇത് നേരെ ബാത്റൂമിന്റെ ഭാഗത്തേക്കാ പോകുന്നത്. എന്തായാലും ഡാർബി ആ ഒരു ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ മറ്റേ പയ്യനുണ്ടല്ലോ ആ ഒരു ചുളഞ്ചക്കൻ അവരിങ്ങനെ വിചാരിക്കുകയാണ് ആ പെണ്ണ് കുറെ നേരമായാലും ബാത്റൂമിൽ പോയിട്ട് ഇതെന്താ ഇത്രയും നേരമായിട്ട് ഇറങ്ങാത്തത്. അവൻ മുട്ടാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡാർബി വാതിൽ തുറക്കുകയാണ്. നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നൊരു കാര്യം പറയാണ്ടെന്ന് പറയുമ്പോഴേക്കും അതിലൂടെ സാൻഡി പോവാണ്. അപ്പൊ സാൻഡി കാണുമ്പോൾ ചുമ്മാ ഇവര് റൊമാൻസ് ചെയ്യാണ് എന്ന് അവനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവനൊന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മാ ഉമ്മ വെക്കുന്നത് പോലെ കാണിക്കുകയാണ്. എന്തായാലും സാൻഡി പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഡാർബി കാര്യങ്ങൾ പറയാണ്. ആം വാനിൽ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ്, അവളെ തട്ടിക്കൊണ്ടുപോവാണ്. അത് മറ്റാരുമല്ല, നമ്മൾ കാണുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ നേരത്തെ ചൂടായില്ല ആ സാൻഡി, അവൻ തന്നെയാണ്. എന്നാ പിന്നെ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു പറയാന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഡാർബി പറയണ ഞാൻ കുറെ നോക്കി പക്ഷെ സിഗ്നൽ ഇല്ല, കോള് പോകുന്നില്ല. ഞാൻ എന്തായാലും പോലീസുകാർക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ആ ഒരു വാനുമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഡാർബി പറയാണ് അതും പറ്റില്ല. കാരണം ആ ഒരു പെൺകുട്ടിക്ക് മിലയ്ക്ക് എന്തോ ഒരു അസുഖമുണ്ട്, ഒരുപാട് ദൂരം അവളെ കൊണ്ട് അങ്ങനെ പോകാൻ കഴിയില്ല. ആ ഒരു മെഡിസിൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ഈ ഡെന്നിസ് ചോദിക്കുമ്പോൾ കുറച്ചേരം ആലോചിച്ചിട്ട് ഡെന്നിസ് തന്നെ പറയാണ് ഡാർബി ചിലപ്പോ ഈ ഒരു സൈക്കോസാൻഡി ഇല്ലേ നീ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട. നീ ഒരു കാര്യം ചെയ്യും പതി ആ ഒരു വാനിന്റെ അടുത്തേക്ക് ചെല്ല്. ചിലപ്പോ നിന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ സൈക്കോസാൻഡി അവന്റെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് ആക്രമിക്കുന്ന സമയത്ത് അവനെ പിന്നിൽ നിന്ന് ഞാൻ ആക്രമിച്ചോളാം എന്ന്. ഈ ഒരു പ്ലാന് നമ്മുടെ ഡാർബിക്ക് തീരെ ഇഷ്ടാവുന്നില്ല. കാരണം അവനെങ്ങാനും വെടിവെച്ചാൽ ഞാൻ ചത്തുപോയില്ല എന്ന് ചോദിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഡെന്നിസ് പറയാണ് ഇതാ ഈ സാധനം കണ്ടോ, അതായത് ഈ അമേരിക്കയിലൊക്കെ മരപ്പണിക്കാർ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ആണി വുഡിലേക്ക് പുള്ളി ചെയ്യുന്ന ഒരു മെഷീനാണ്, ഒരു ഗണ്ണ് പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനെ നേരിട്ടോളൂ എന്ന് പറയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡാർബി നേരെ ആ ഒരു ബാത്റൂമിന്റെ പിന്നിലൂടെ ഇറങ്ങിയിട്ട് ആ ഒരു വാനിന്റെ അടുത്തേക്ക് എത്തുകയാണ്. പതി അതിന്റെ ആ ഒരു ഡോറ് തുറന്നു. എന്നിട്ട് ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ വായുടെ ആ ഒരു കെട്ട് അഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കെട്ട് അഴിച്ച അടുത്ത നിമിഷം തന്നെ മില ആദ്യമായിട്ട് പറയുന്ന കാര്യം എന്നെ തട്ടിക്കൊണ്ടുവന്നത് ഒറ്റൊരാളല്ല, അവര് രണ്ടുപേരുണ്ടെന്ന്. ഇവിടെ വെച്ചാണ് ഡാർബി ആ ഒരു രഹസ്യം മനസ്സിലാക്കുന്നത്. അതായത് ഇത്രയും നേരം നല്ലവനാണെന്ന് പറഞ്ഞ് കൂടെ നിന്ന് അല്ലെങ്കിൽ നല്ലവനാണെന്ന് അവൾ കരുതിയ ഡെന്നിസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അവൻ ഒറ്റയ്ക്കല്ല, ഡെന്നിസിന്റെ അനിയനായിട്ടുള്ള സാൻഡിയും കൂടെ തന്നെയുണ്ട്. അപ്പൊ സാൻഡിയുടെ കയ്യിലാണല്ലോ ഇപ്പൊ ഗണ്ണ്. ആ ഒരു ഗണ്ണ് മേടിച്ചുകൊണ്ട് ഡെന്നിസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ഡാർബി ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പണി നല്ല പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് മനസ്സിലാക്കിയ ഡാർബി പെട്ടെന്ന് തന്നെ ആ ഒരു വാനിൽ നിന്ന് സ്കൂട്ടാവുകയാണ്. ഇതേ സമയത്ത് തന്നെ അപ്പൂപ്പൻ എന്തോ ഒരു പന്തികേടുള്ളതുപോലെ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ ഞാൻ ഒന്ന് പുറത്ത് നോക്കിയിട്ട് വരാന്ന് ആശപ്പൂപ്പൻ ഇപ്പോ ലാർസിനോട് പറയുമ്പോൾ, അതായത് മുത്തശ്ശിയോട് പറയുന്ന സമയത്ത് അവര് പറയണേ വേണ്ടാത്ത പരിപാടിക്കൊന്നും നിൽക്കണ്ട, പുറത്ത് നല്ല മഞ്ഞുണ്ട്, നിങ്ങൾക്ക് ജലദോഷം വരും, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുകയാണ്, നിങ്ങളൊരു പട്ടാളക്കാരനാണെന്ന് വിചാരിച്ചിട്ട്. അതായത് ഈ ആശ ഒരു എക്സ് മിലിറ്ററി ആണ് കേട്ടോ. അതുപോലെ തന്നെ ആഷിന്റെ വൈഫ് ലാഴ്സമ്മ അവരൊരു നേഴ്സുമാണ്. എന്തായാലും ഈ ഒരു വീടിന്റെ ഉള്ളിലേക്ക് ബേക്കിലൂടെ കയറി ഓടി വന്ന ഡാർബിയുടെ പിന്നാലെ തന്നെ ഡെന്നിസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഘട്ടത്തിൽ അവള് ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. ഇതേ സമയത്ത് മുന്നിലൂടെ ഒരു പ്രശ്നമില്ലാത്തതുപോലെ സാൻഡി വന്ന് കയറുന്നുണ്ട്. ഇപ്പൊ ഈ ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അപ്പൂപ്പൻ വീണ്ടും പറയാണ് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, എന്റെ പൊന്നു മനുഷ്യ നിങ്ങളൊന്ന് അവിടെ ഇരുന്നേന്ന് പറഞ്ഞിട്ട് ഈ ലാർസ് ആഷിനെ അവിടെ തന്നെ ഇരുത്തിക്കുകയാണ്. ഇതേ സമയത്ത് ഡാർബി ഈ ഡെന്നിസിന്റെ ഗൺ പോയിന്റിലാണ്. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ ആ ഒരു ഫോൺ മേടിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് സിഗ്നൽ വന്നിട്ടില്ല. അതുപോലെ പോലീസിന് അവൾ അയച്ച ആ ഒരു മെസ്സേജ് അത് പൂർണ്ണമായിട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആശ്വാസമായ ഡെന്നിസ് പെട്ടെന്ന് ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കി കളയുന്നുണ്ട്. എന്നിട്ട് അതിലെ വേറെ മെസ്സേജ് നോക്കുമ്പോൾ ഡാർബിയുടെ ചേച്ചി അയച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുകയാണ്. നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഡെന്നിസ് ചോദിക്കുമ്പോൾ ഡാർബി എല്ലാ കാര്യങ്ങളും പറയണം. ഇതേ സമയത്ത് തന്നെ ഡെന്നിസ് പറയണം ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, അതിൽ വെറുതെ നീ ഇടപെടാൻ നിൽക്കണ്ട, മിണ്ടാതൊരു മൂലക്ക് നിൽക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു കിട്ടിക്കോളും. ഇതും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡാർബി ആ ഒരു വാനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയോട് രക്ഷപ്പെട്ടെങ്കിലും ഈ മില ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു കട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ആ ഒരു കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ചുറ്റും നടക്കുന്ന ഒച്ചപ്പാടും ബഹളൊക്കെ ചെറിയ രീതിയിൽ വീണ്ടും കേൾക്കാൻ ആശ ഇപ്പൊ വേഗം തന്നെ എഴുന്നേറ്റ് എന്ന് ജനലിലൂടെ ഒക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ലാർസും മുത്തശ്ശിയും ചുമ്മാ അതിലൂടെ നടക്കുന്ന സമയത്ത് ഈ ഡാർബിയും ഡെന്നിസും ഒരു ഭാഗത്ത് നിൽക്കുന്നത് കാണാണ്. അവർ പെട്ടെന്ന് തന്നെ റൊമാൻസ് ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട്. മക്കളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ലാർസും മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ഡെന്നിസ് പറയണേ ഈ കുഴപ്പമൊന്നുമില്ലല്ലോ, അവരിപ്പോ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഡാർബി അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അഭിനയിച്ചത് എന്തിനാന്ന് വെച്ചാൽ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. അവളെ കൊല്ലുന്നു പറഞ്ഞിട്ടല്ല, ആ ഒരു ചെറിയ പെൺകുട്ടിയെ കൊല്ലുന്നു പറഞ്ഞിട്ട്. എന്തായാലും അവരിപ്പോ ഒരു ഹാളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവിടെ ആ ഒരു ആഷ് മുത്തശ്ശനുണ്ട്, ലാർസ് മുത്തശ്ശിയുണ്ട്. ഈ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശി എന്ന് പറയാട്ടോ, അല്ലെങ്കിൽ ഇടക്ക് അപ്പൂപ്പൻ അമ്മൂമ്മ എന്നും പറയും. ഓക്കെ, എന്തായാലും ഇവരവിടെ ഇരുന്ന് വർത്താനം പറയുന്ന സമയത്ത് ഡാർബി പറയാണ് ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരാന്ന്. അവള് പോകുകയാണെങ്കിൽ അവളുടെ പിന്നാലത്തിന് ആരും ഉണ്ടാവും, ഡെന്നിസ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് ഡാർബിയുടെ ഒരു പദ്ധതിയായിരുന്നു. അവൾ കയ്യിലൊരു ചുറ്റിക വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ബാത്റൂം കയറി ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. എന്നാൽ കരുത്തനായിട്ടുള്ള ഈ ഡെന്നിസ് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ചുറ്റിക മേടിക്കുകയാണ്. അവളെ തിരിച്ചാക്രമിക്കുകയാണ്, അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ബലപ്പെടുത്തത്തിന്റെ ഇടയിൽ ഡെന്നിസിന്റെ കീശയിൽ നിന്നും ആ ഒരു വാനിന്റെ ചാവി നിലത്ത് വീണുപോയത് ഡാർബി ശ്രദ്ധിക്കുകയാണ്. ഈ കാര്യം ഡെന്നിസ് ശ്രദ്ധിച്ചില്ല. പിന്നീട് അവളെ അടിച്ച് കൊല്ലാൻ നോക്കുന്ന സമയത്ത് സൈക്കോസാൻഡി ഉണ്ടല്ലോ, അതായത് അവന്റെ അനിയൻ ഇങ്ങോട്ടേക്ക് വേഗം ഓടി വന്നിട്ട് പറയാണ് ചേട്ടാ വേഗം വാ, വാനിൽ ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡെന്നിസും സാൻഡിയും പിന്നെ കൂടെ ഡാർബിയും ഇവർ കൂട്ടുകയാണ് കേട്ടോ. വാനിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൽ ആ ഒരു പെൺകുട്ടിയില്ല. മാത്രമല്ല കാട്ടിലേക്ക് അവൾ ഓടിപ്പോയതിന്റെ ആ ഒരു കാൽപ്പാടുകൾ
രേഖകളും കാണുന്നുണ്ട്. എന്തായാലും ഡാർബിയെ ഇവർ കൂടെ കൂട്ടുകയാണ്. അവളോട് ഉറക്കനെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ഡാർബിയെ ഇപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് മിലക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഞങ്ങളുടെ കൂടെ നിന്ന് ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സഹായിച്ചോ, അല്ലെങ്കിൽ അധികം വൈകാതെ ഈ കൊടും തണുപ്പിൽ ആ ഒരു പെൺകുട്ടി മരിച്ചു പോകും. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡാർബി ഇപ്പൊ തൽക്കാലം ഇവരുടെ കൂടെ നിൽക്കാന്ന് വിചാരിക്കുകയാണ്. എന്നാലും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഉറക്കനെ മിലയുടെ പേര് വിളിക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇവരെ രണ്ടുപേരെയും കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഡാർബി ഉണ്ടല്ലോ ഒരു ചെറിയ ചെരുവിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളെ കാണുന്നുമില്ല. ഇവരുടെ കയ്യിൽ നിന്നും ഈ ഒരു ഡാർബി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ അവൾക്ക് നേരെ രണ്ടുപേരും കൂടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഫയർ ചെയ്യാണ്. ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ ആശാപ്പൂപ്പൻ എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. ഓടി വന്ന് നോക്കുന്ന സമയത്ത് വാനിന്റെ ഒരു വശത്തേക്കാണ് ആ ഒരു പെൺകുട്ടിയെ തേടിക്കൊണ്ട് ഡാർബിയും ഡെന്നിസും സാൻഡിയും കൂടെ പോയത്. എന്നാൽ അതിന്റെ മറുഭാഗത്തായിട്ട് എന്തോ ഒന്ന് കണ്ട് ഈ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ മിലയെ കാണുകയാണ്. ഒരു ബോധമില്ലാതെ അവൾ അങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ മിലയെ എടുത്തുകൊണ്ട് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ശരീരമൊക്കെ ആകെ തണുത്തു പോയിട്ടുണ്ടായിരുന്നു. കൈയെല്ലാം നല്ല ഒരതിയിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ മിലയുടെ കയ്യിൽ കണ്ട ആ ഒരു ബാൻഡേജ് ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി ഏത് ഡ്രഗ്സ് ആണ് ഈ കുട്ടി ഉപയോഗിക്കുന്നതെന്ന്. കാരണം മുത്തശ്ശി ഒരു നേഴ്സ് ആണല്ലോ. എന്തോ ഭാഗ്യത്തിന് മുത്തശ്ശിയുടെ കയ്യിൽ ആ ഒരു ഡ്രഗ്സിന്റെ, അതായത് ആ ഒരു മരുന്നിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. വേഗം തന്നെ മിലയ്ക്ക് ആ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡാർബി എങ്ങനെയെങ്കിലും ഈ ഒരു കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോട്ടലിനുള്ളിലേക്ക് ഓടി കയറണല്ലോ. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു കല്ല് ഒരു ഭാഗത്തേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയ ഡെന്നിസ് സാൻഡി അവിടെ എത്തിയപ്പോൾ ഡാർബിയെ കാണുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഡാർബി മറ്റൊരു വശത്ത് കൂടെ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ഓടി കയറിയിട്ടുണ്ടായിരുന്നു. വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ഉള്ളിൽ പെൺകുട്ടിയെ കാണുന്നുണ്ട്, മിലയെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും എല്ലാ രഹസ്യങ്ങളും മുഴുവൻ പറയാൻ കേട്ടോ ഡെന്നിസും സാൻഡിയും. ഇവർ രണ്ടുപേരാണ് ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നത്. അപ്പോഴേക്കും ഈ ഒരു ഹോട്ടലിന് പുറത്ത് ഇവർ രണ്ടുപേരും വന്ന് നിൽക്കുകയാണ്. കയ്യിൽ ഗണ്ണുണ്ട്. മര്യാദക്ക് ആ ഒരു കുട്ടിയെ വിട്ടുതരാൻ വേണ്ടി ഇവർ രണ്ടുപേരും പുറത്ത് നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആശാപ്പൂപ്പൻ ഓൾറെഡി മിലിറ്ററി ആണല്ലോ, മൂപ്പര് പറയാണ് അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുതരാൻ പറ്റില്ല, നിങ്ങൾ ഗണ്ണുമായിട്ട് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ എന്റെ കയ്യിലും ഗണ്ണുണ്ട് എന്ന്. അപ്പൂപ്പൻ പറഞ്ഞ ഈ ഒരു കാര്യം ഇവർ വിശ്വസിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അപ്പൂപ്പന്റെ കയ്യിൽ ഗണ്ണ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ വിശ്വസിക്കാൻ കാരണം എന്താ വെച്ചാൽ അപ്പൂപ്പൻ ഒരു എന്താ പറയാ മിലിറ്ററി ആണെന്ന് ഇവർക്ക് നേരത്തെ അറിയാം. എന്തായാലും ഒറ്റയടിക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ അവിടെ ഒരു പെട്രോളിന്റെ ക്യാൻ ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും ഈ ഒരു ഹോട്ടലിന്റെ ചുറ്റുഭാഗത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇതിന് തീ വെക്കും, അതിന് മുന്നേ കുട്ടിയെ വിട്ടു തന്നോന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ടിട്ടും ഇവർ മൈൻഡ് ആക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഡെന്നിസും സാൻഡിയും കൂടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു മെഡിസിൻ അതിപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ്, ആവശ്യത്തിന് അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, അവൾ വിട്ടു തരികയാണെങ്കിൽ അവളെ ജീവനോടെ നിലനിർത്താൻ വേണ്ടി കഴിയും, മര്യാദക്ക് തന്നോന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഭീഷണിപ്പെടുത്താണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡാർബി ഉണ്ടല്ലോ അപ്പൂപ്പനോട് ഒരു കാര്യം പറയാണ്. ഇനിയിപ്പോൾ അവർക്ക് ഈ പെൺകുട്ടിയെ കിട്ടിയാലും രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകാൻ കഴിയില്ല. കാരണം അവരുടെ കയ്യിൽ ആ ഒരു ചാവി ഉണ്ടല്ലോ അതെന്റെ കയ്യിലാണ്. ഇത് പറഞ്ഞ സമയത്ത് അപ്പൂപ്പൻ പറയാണ് മോളെ ഇതൊരു അടിപൊളി പോയിന്റ് ആയി കേട്ടോ. അപ്പൊ അപ്പൂപ്പൻ ഉറക്കനെ ഇപ്പോൾ ഡെന്നിസിനോടും സാൻഡിയോടും പറയാണ് അല്ല നിങ്ങളുടെ ചാവി അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ? അവർ നോക്കുമ്പോൾ ചാവി കാണുന്നില്ല. ഇനി നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ മിലയുടെ മരുന്ന് നിങ്ങൾ ഞങ്ങൾക്ക് തരിക, അതുപോലെ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങളുടെ വാനിന്റെ ചാവിയും ഞങ്ങൾ തരും. എന്താ ഈ ഡീലിൽ നിങ്ങൾ ഓക്കെ ആണോ? ഞങ്ങൾ എന്തായാലും ഈ കാര്യം പോയിട്ട് പോലീസുകാരോടൊന്നും പറയാൻ പോകുന്നില്ല, ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുക അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം ഈ ഡെന്നിസിനും സാൻഡിക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം മറ്റെന്തോ ഒരു രഹസ്യം ഉണ്ടായിട്ടുണ്ടാവും. ഇതേ സമയത്ത് തന്നെ ഡാർബിയുടെ കയ്യിൽ ഈ ഒരു ചാവി അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള 2 വാഹനത്തിന്റെ ചാവി ഇതെല്ലാം കൊടുത്തിട്ട് അപ്പൂപ്പൻ പറയണം മോളെ ഇത് ബേക്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഹൈഡ് ചെയ്യും. ഇവന്മാരുടെ കയ്യിൽ ഒരിക്കലും ഈ ഒരു ചാവി കിട്ടാൻ പാടില്ല, കിട്ടിയാൽ ഇവർ അതുമായിട്ട് രക്ഷപ്പെട്ടു പോകും. എന്തായാലും ഡാർബി പിറകിലേക്ക് പോയ ആ ഒരു സമയം നോക്കിയിട്ട് ഡെന്നിസും സാൻഡിയും കൂടിയിട്ട് ഈ ആഷ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ മുത്തശ്ശിയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആവശ്യമില്ലാതെ നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് എടുത്ത് ചാടാൻ നിൽക്കണ്ട, അത് പിന്നെ കൂടുതൽ പ്രശ്നമാകും. എന്തിനാ പ്രശ്നമില്ലാത്ത ലൈഫിലേക്ക് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മുത്തശ്ശിയും ഇവർ രണ്ടുപേരും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് നിർത്തി കത്തിച്ചളയെന്ന് പറയാണ്. എന്ന് ഈ സമയത്തൊന്നും നമ്മുടെ പെൺകുട്ടി മിലയ്ക്ക് ബോധം വന്നിട്ടില്ല കേട്ടോ. ഈ സമയത്താണ് അവൾക്ക് ബോധം വരുന്നത്. അവർ കെട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ എല്ലാം പുതിയ ആൾക്കാരാണ്, ഇപ്പൊ അറിയാത്ത ആൾക്കാരാണ്. എന്ന് ഈ കൂട്ടത്തിൽ ഒരാളെ മിലയ്ക്ക് നേരത്തെ തന്നെ അറിയാം, മറ്റാരുമല്ല ഈ മുത്തശ്ശിയോട് സംസാരിക്കുന്ന സമയത്ത് എന്നാൽ മുത്തശ്ശി അവൾ അറിയാത്തതുപോലെ പെരുമാറുകയാണ് കേട്ടോ. ഇത്രയും നേരം ഈ ഒരു കുട്ടിയെ കണ്ടിട്ടും അവൾ അറിയുന്ന രീതിയിലൊന്നും മുത്തശ്ശി സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അതിന്റെ കാരണം എന്താണ്? അവിടെയാണ് മറ്റൊരു ചെറിയൊരു ടെസ്റ്റുകൾ. നമ്മുടെ ഈ പെൺകുട്ടി ഉണ്ടല്ലോ മില, അവൾ അത്യാവശ്യം ഈ ഇന്റർനെറ്റിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. അവൾ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടാലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടാലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മിലയുടെ ഫാമിലി എന്ന് പറഞ്ഞാലും അത്യാവശ്യം റിച്ച് ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും അവൾക്ക് ചെറിയൊരു അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഡെയിലി കെയർ ചെയ്യാനായിട്ട് ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല നമ്മൾ ഇത്രയും നേരം കണ്ട ആ ഒരു മുത്തശ്ശി തന്നെയായിരുന്നു. മാസം മുത്തശ്ശിക്ക് സാലറിയും കിട്ടുന്നുണ്ട്. മുത്തശ്ശനൊക്കെ ജോലിക്ക് പോയിട്ടും അവരുടെ ആ ഒരു കുടുംബത്തിലേക്കുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂ അത് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം അവരുടെ ഫാമിലിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇച്ചിരി കള്ളക്കളി കളിക്കുക എന്ന് മുത്തശ്ശി തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ മിലയെ കിഡ്നാപ്പ് ചെയ്യുന്ന കാര്യത്തിൽ മുത്തശ്ശിയും ഒരു പാർട്ടായിട്ട് മാറി. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും ഇല്ലാത്ത ആ ഒരു നേരം ഈ കിഡ്നാപ്പേഴ്സിന് ഡെന്നിസിനും സാൻഡിക്കും പറഞ്ഞു കൊടുത്തത് ഈ നേഴ്സും മുത്തശ്ശി തന്നെയാണ്. ഈ സമയം നോക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്ന ഇവർ രണ്ടുപേരും മിലയെ തട്ടിക്കൊണ്ടുപോയത്. ഇത് കേട്ട സമയത്ത് നമ്മുടെ അപ്പൂപ്പന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയണം നമ്മുടെ അവസ്ഥ നിനക്ക് അറിയുന്നതല്ലേ, ചെറിയൊരു പരിപാടി ചെയ്തു ഒന്ന് സെറ്റിൽ ആവാന്ന് കരുതിയിട്ടാണ്. പക്ഷേ
പക്ഷേ ഇത് ഈ കോലത്തിലൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ തട്ടിക്കൊണ്ടുവന്ന ആൾക്കാർ ഇവരെ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തു. പിന്നീടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിലൂടെ മാത്രമാണ്. ഇവരെനിക്ക് നേരിട്ട് അറിയ പോലും ഇല്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും പാളിപ്പോയത് ഇവരങ്ങോട്ടേക്ക് വന്നിട്ട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു മാത്രമാണ് ചെയ്തത്. പക്ഷെ അത് മാത്രം പോരല്ലോ, അവൾക്ക് നേരത്തിന് ആ ഒരു മരുന്നും കൊടുക്കണമായിരുന്നു. ആ ഒരു മരുന്നും കൂടെ എടുക്കാൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ എല്ലാത്തിനും കാരണമായിട്ട് വന്നത്. അതെങ്ങനെയാ? അതായത് മുത്തശ്ശി പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഈ ഡെന്നീസ് സാൻഡി കൂടെ മുത്തശ്ശി ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. നമ്മൾ പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ആ ഒരു മരുന്നുമായിട്ട് വരികയാണെങ്കിൽ മാത്രമേ മുത്തശ്ശിക്ക് പറഞ്ഞ പൈസ ഇവർ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മുത്തശ്ശി ഈ സ്ഥലത്തേക്ക് വന്നത് ആ ഒരു മെഡിസിനുമായിട്ട്. പക്ഷേ മുത്തശ്ശിന് ഈ കാര്യം ഒന്നും അറിയില്ല. എവിടെയോ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇതെല്ലാം വ്യക്തമായ ഒരു പദ്ധതിയായിരുന്നു. അപ്പൊ ആ ഒരു മരുന്നാണ് മുത്തശ്ശിയുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അതൊന്നും ഒരു ഇത്തിരി എടുത്തിട്ടാണ് നമ്മുടെ മിലയ്ക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തത്. ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ അപ്പൂപ്പന്റെ അവസ്ഥ? മൂപ്പരാകെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റൊരു പരിപാടി കൂടെ ഈ മുത്തശ്ശി കാണിക്കുകയാണ്. അതായത് ഈ കിഡ്നാപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഫ്ലോയിൽ നടന്നു പോകണല്ലോ. ഈ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവണല്ലോ. അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്ന ഡെന്നീസിനോടും സാൻഡിയോടും മുത്തശ്ശി ഒരു കാര്യം ഉറക്കനെ വിളിച്ച് പറയാണ്, നിങ്ങൾ ഉള്ളിലേക്ക് കയറി പോരെ, ഇയാളുടെ കയ്യിൽ തോക്കൊന്നുമില്ല. അത് ആ ഒരു പ്ലാൻ കറക്റ്റ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഇങ്ങനെ ചെയ്തത്. എന്തായാലും തോക്കില്ല എന്ന് മനസ്സിലായ ഉടനെ തന്നെ ഡെന്നീസും സാൻഡിയും കൂടെ ഗണ്ണുമായിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് അവർ ആ ഒരു മുത്തശ്ശിയോട്, നേഴ്സ് മുത്തശ്ശിയോട് ചോദിക്കണം എന്തായി മരുന്ന് ഇഞ്ചെക്ട് ചെയ്തോന്ന്. ഇതേ സമയത്ത് തന്നെ നേഴ്സ് മുത്തശ്ശി പറയുന്നുണ്ട്, കുറച്ച് വെച്ചിട്ടുണ്ടെന്ന്. അതുപോലെ ഞങ്ങൾക്ക് കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോവുകയാണ്, കുറച്ചുകൂടെ ഡോസ് കൊടുക്കാൻ വേണ്ടി ഈ മുത്തശ്ശിയോട് പറയുന്ന സമയത്ത് മുത്തശ്ശി അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും. അപ്പൊ ഇവരുടെ ആ ഒരു പദ്ധതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ടൊരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവളുടെ ഫാമിലിയോട് ചോദിക്കുക, അതിലൊരു വിഹിതം ഈ ഒരു നേഴ്സ് മുത്തശ്ശിക്ക് കൊടുക്കുക. ഈ ഒരു കാര്യമൊക്കെ ഈ ഡെന്നീസിനോട് സാൻഡിയോട് പറയുന്ന സമയത്ത് ഇത് കേട്ടോണ്ടിരുന്ന ഡാർബി പറയാണ്, എടി മണ്ടത്തി, അവര് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് മിലയുടെ അച്ഛനും അമ്മയോടും വില പേശാനല്ല, ആ കുട്ടിയെ അവര് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതും ആ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി. ഇത് കേട്ട സമയത്ത് നേഴ്സ് ആകെ ഞെട്ടിപ്പോവാണ്. കാരണം ഒരു തരികിട കളിക്കാന്ന് വിചാരിച്ചെങ്കിലും ഈ രീതിയിലൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നേഴ്സ് ഇതിനെ എതിർക്കാണ്. വേണ്ട വേണ്ട, നിങ്ങൾ ആ ഒരു കുട്ടിയെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കോ, ഈ കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, പ്ലീസ് ദയവ് ചെയ്തിട്ട് ഇത് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഡെന്നീസും സാൻഡിയും സമ്മതിക്കുന്നില്ല. കാരണം ഇവരുടെ ബോസിനോട് ഓൾറെഡി ഇവർ വാക്ക് പറഞ്ഞു കഴിഞ്ഞു, അഡ്വാൻസും മേടിച്ചു. ഇനി കുട്ടിയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇവരുടെ ബോസ് തട്ടിക്കളയും. അതുകൊണ്ട് നടക്കില്ല എന്ന് തന്നെ പറയാണ്. ഇതേ സമയത്ത് തന്നെ ആഷ് മുത്തശ്ശൻ പറയാണ്, എന്നാ പിന്നെ കുട്ടിയൊന്ന് കൊണ്ടുവന്ന് കാണണല്ലോ എന്ന്. സ്പോട്ടിൽ തന്നെ സാൻഡി മുത്തശ്ശനെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. ഇത് ശരിക്കും നമ്മുടെ മുത്തശ്ശി പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. വല്ലാതെ ഷോക്കായി പോവാണ്. കയ്യിൽ ഒരു പെപ്പർ സ്പ്രേ പോലെ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ച് ഈ ഡെന്നീസിനെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ഇതിന്റെ മുന്നിലേക്ക് സാൻഡി ചാടി കയറി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സ്പ്രേ ആയത് അവന്റെ മുഖത്തായിരുന്നു. അയ്യോ കണ്ണെരിയുന്നെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി നടക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ വയറ് നോക്കിയിട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഡെന്നീസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ മുത്തശ്ശി പതിയെ ഇഴിഞ്ഞുകൊണ്ട് മുത്തശ്ശിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പിറകിൽ നിന്ന് മുത്തശ്ശിയുടെ തലക്ക് ഷൂട്ട് ചെയ്തിട്ട് മുത്തശ്ശിയും കൊന്നുകളയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിയ അവസ്ഥയിലാകുകയാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് അധ്വാനിച്ച് നേടുക, അല്ലാതെ ഉടായ്പാട്ടിൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ നിന്നാൽ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരിക. എന്തായാലും ഇതിനുശേഷം ഡെന്നീസ് നേരെ പോകുന്നത് നമ്മുടെ ഡാർബിയുടെ അടുത്തേക്കാണ്. അവളെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല നേരത്തെ മരത്തിൽ ആണി തറക്കുന്ന ഒരു മെഷീൻ ഉണ്ടെന്ന് പറയില്ലേ, ആ മെഷീൻ എടുക്കണം ഇപ്പോൾ. എന്നിട്ട് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഡാർബിയോട് ഈ ഡെന്നീസ് ചെയ്യാൻ കേട്ടോ. കാണുന്ന പോലെയല്ല, ബ്രൂട്ടലായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവന്. പലകയിൽ അവളുടെ കൈ ചേർത്ത് വെച്ചിട്ട് യേശുക്രിസ്തുവിനെ ഈ എന്താ പറയുക കുരിശിലൊക്കെ നാട്ടിയില്ലേ, അതുപോലെ ഈ കൈപ്പത്തിയുടെ താഴ്ഭാഗത്തായിട്ട് ഈ ആണി വെച്ച് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. വേദന കൊണ്ട് പാവം നമ്മുടെ ഡാർബി ഉറക്കാൻ അലറി വിളിക്കുന്നുണ്ട്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവൾ അവസാനം തളർന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഡെന്നീസിന്റെ അനിയൻ സാൻഡിയുടെ കണ്ണിൽ പെപ്പർ സ്പ്രേ ആയല്ലോ, അതൊന്ന് കഴുകി കൊടുക്കാനും അതുപോലെ തന്നെ ചാവി എടുക്കാനായിട്ട് ഇവർ നേരെ പിന്നാമ്പുറത്തേക്ക് ചെല്ലാണ്. ഈ ഗ്യാപ്പിന് എല്ലാ ഒരു എനർജി വെച്ച് ഡാർബി ഇപ്പോൾ നമ്മുടെ മിലയെ വിളിക്കുകയാണ്, മോളെ പറ്റെങ്കിൽ ആ ഒരു ചുറ്റിക ഒന്നിങ്ങോട്ട് കൊണ്ടുതരുമോ? അങ്ങനെ എങ്ങനെയൊക്കെയോ മില ആ ഒരു ചുറ്റിക കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് മുഖം കഴുകിയിട്ട് ഡെന്നീസും സാൻഡിയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവർ വന്ന പാട് തന്നെ, അല്ലെങ്കിൽ അവർ വരുന്നുണ്ട് മനസ്സിലാക്കി അതേ സമയത്ത് തന്നെ ഈ ഡാർബി ഉണ്ടല്ലോ ആ ഒരു ചുറ്റിക ഒളിപ്പിച്ചു വെക്കുകയാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന ഈ ഡെന്നീസ് ഇപ്പൊ ചോദിക്കുന്നത് ആ ഒരു ചാവി അതെവിടെയെന്നാണ്. എന്നാൽ ഡാർബി പറയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഡാർബിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ആ ഒരു മെസ്സേജ് ഇപ്പോൾ ഡെന്നീസ് വായിച്ചു നോക്കുന്നുണ്ട്. അതായത് ഡാർബിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നില്ലേ, അവർ മരിച്ചുപോയി. ആ ഒരു കാര്യം ചിരിച്ചുകൊണ്ട് ഡെന്നീസ് ഇപ്പൊ ഡാർബിയോട് പറയാണ്, മാനസികമായിട്ട് അവളെ വേദനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ നിനക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിന്റെ അമ്മ ചത്തുപോയില്ലേടി. ഇത് കേട്ട സമയത്ത് മാനസികമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഡാർബി ആകെ തളർന്നു പോവാണ്. പിന്നെയും അവളോട് ചാവി ചോദിക്കുന്നുണ്ട്, അവൾ പറയുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഡെന്നീസ് പറയാണ്, നിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോവാന്ന് എനിക്ക് വരെ അറിയില്ല, അതിനു മുന്നേ നീ പറഞ്ഞെന്ന് പറയണം, അത്രയും ക്രൂരമായിട്ട് ഞാൻ ഉപദ്രവിക്കും. ഒന്നിനും മൈൻഡാക്കാതെ ഡാർബി മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ മിലയുണ്ടല്ലോ അവളെ വലിച്ചു പിടിക്കണം. അവളുടെ കയ്യിലേക്ക് ഈ ആണി അടിക്കാൻ നിൽക്കുമ്പോൾ ഡാർബി അത് വേണ്ടാന്ന് പറയാണ്. ചാവി എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വഴിക്കുവാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഡെന്നീസ് അവന്റെ കയ്യിൽ ആ ഒരു ഗണ്ണുണ്ടല്ലോ സാൻഡിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്തായാലും ഇവർ ഇവിടുന്ന് രക്ഷപ്പെടാതെ നോക്ക്, ഗൺ പോയിന്റിൽ നിർത്തി വന്നിട്ട് ഇപ്പൊ ഈ ഡെന്നീസ് ഗണ്ണെടുക്കാൻ വേണ്ടി പിറകിലേക്ക് പോകുന്ന സമയത്ത് ഡാർബിയുടെ ഫോൺ ഡെന്നീസിന്റെ കയ്യിലാണല്ലോ. അതിലേക്ക് ഇപ്പൊ ഒരു മെസ്സേജ് വരികയാണ്. അതായത് നേരത്തെ ഡാർബി പോലീസുകാർക്ക് ഒരു മെസ്സേജ് അയച്ചില്ലേ, അത് ഈ ഡെന്നീസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും ചെറിയൊരു നെറ്റ്വർക്ക് കിട്ടിയ സമയത്ത് അതെങ്ങനെയൊക്കെയോ പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസുകാർ
തിരിച്ചൊരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. മേഡം നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ അവിടുത്തെ സിറ്റുവേഷൻ അറിയാനായിട്ട് ഒരു പോലീസുകാരനെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടെന്ന്. ഇത് കിട്ടിയ സമയത്ത് തന്നെ ഡെന്നീസ് ആകെ പതറിപ്പോവാണ്. പോലീസുകാർ ഇപ്പോൾ വരും, അതിന് മുന്നേ ആ ഒരു ചാവി കണ്ടുപിടിക്കണം. അപ്പൊ അതങ്ങനെ ഡെന്നീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇപ്പൊ ഡാർബി ഇവന് നോക്കാണ്, സാൻഡി നോക്കാണ്. അവനൊരു ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ, എന്നൊരു സൈക്കോപാത്ത് ഒന്നുമല്ല, ഒരു ഇച്ചിരി ഒരു കുട്ടിക്കളിയാണ്, വളർച്ച എത്തിയിട്ടില്ല. അവന്റെ ആ ഒരു കളി ഉള്ളത് കൊണ്ട് തന്നെ ഡാർബി ഇപ്പൊ മിലയോട് പറയണ, മില അവനൊന്നും ചെയ്യില്ല, ഷൂട്ട് ചെയ്യില്ല, നീ പതിയെ പോയിട്ട് ആ ഒരു ലൈറ്റ് ഒന്ന് ഓഫാക്ക്. മിലക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എന്നാലും ഡാർബി അവൾക്ക് ധൈര്യം കൊടുക്കാണ്. ഇതേ സമയത്ത് തന്നെ മില എഴുന്നേറ്റ് നടക്കുമ്പോൾ ഈ സാൻഡി പേടിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അനങ്ങിയാ ഞാൻ ഷൂട്ട് ചെയ്യും, ഞാൻ വെടിവെക്ക് എന്ന് പറയല്ലാതെ ഇവൻ വെടിവെക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇതേ ഗ്യാപ്പിന് നമ്മുടെ ഡാർബിയുടെ കയ്യിൽ നേരത്തെ ആ ഒരു കാറിൽ നിന്ന് കിട്ടിയ ഡ്രഗ്സ് ഉണ്ടായിരുന്നല്ലോ, ആ ഡ്രഗ്സ് അവൾ ഇപ്പൊ കഴിക്കുക. ഇതേ സമയത്ത് തന്നെ മില ചെന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. ഇപ്പൊ കയ്യിൽ ആ ഒരു ചുറ്റിക ഉണ്ടായിരുന്നില്ലേ, ഡാർബി ആ ഒരു ചുറ്റിക ഉപയോഗിച്ചിട്ട് ആണി പറിച്ചെടുക്കുകയാണ്. അത്രയും വേദന സഹിച്ചുകൊണ്ടാണ് അവൾ അത് ചെയ്യുന്നത്. ഈ ഞരമ്പൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. എന്തായാലും അവൾ നല്ല വേദന സഹിക്കുകയാണ്. മാത്രല്ല സാൻഡി വേഗം പോയിട്ട് ലൈറ്റ് ഇടാൻ നോക്കുന്നില്ലേ, പിന്നാലെ അതേ ചുറ്റികയുമായിട്ട് ഡാർബി ചെന്ന് ഒരേറ്റ അടി കൊടുക്കണം. അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് മേടിക്കണം, അത് അവന്റെ കഴുത്തിൽ വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഡെന്നീസ് വരികയാണ്. ഡെന്നീസിന്റെ കയ്യിലാണെങ്കിൽ ഈ ആണി അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, അതുകൊണ്ടായിരുന്നു. അത് മര്യാദക്ക് താഴെ വെക്കാൻ പറയുന്നുണ്ടെങ്കിലും ഡെന്നീസ് താഴെ വെക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മില, ചെറിയ പെൺകുട്ടിയാണെങ്കിലും നല്ല ധൈര്യമുണ്ട്, അവൾ മറ്റൊരു പരിപാടി കാണിക്കുകയാണ്. ഒരു ചുറ്റികയും വെച്ച് ഈ ഡെന്നീസിന്റെ കയ്യിലേക്കും ആ മെഷീൻ ഇട്ട് ഒരേറ്റ അടിയും കൊടുക്കുന്നുണ്ട്. അവന്റെ ആ ഒരു കൺട്രോൾ പോയി ഓട്ടോമാറ്റിക് ആയിട്ട് അവനത് ഞെക്കി പോവാണ്. ഇപ്പൊ അതിലൊരു ആണി വന്നിട്ട് ഡെന്നീസിന്റെ അനിയനുണ്ടല്ലോ സാൻഡി, അവന്റെ നെറ്റിയിൽ കയറുകയാണ്. അവൻ വേദനിച്ചുകൊണ്ട് താഴെ വീഴുന്നുണ്ട്. ഇതേ ഗ്യാപ്പിൽ തന്നെ ആ ഒരു ഗണ്ണുമായിട്ട് നമ്മുടെ ഡാർബിയും മിലയും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോ സാൻഡിയുടെ ആ ഒരു നെറ്റിയിലേക്ക് നോക്കുമ്പോൾ ആണി മുഴുവനായിട്ടൊന്നും അവന്റെ തലയിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഒരിച്ചിരി മാത്രമേ തട്ടിയിട്ടുള്ളൂ. കാരണം അതൊരു ഗണ്ണൊന്നുമല്ലല്ലോ, ചുമരിലേക്ക് ആണി അടിക്കുന്ന ഒരു മെഷീൻ, അത്ര പവറൊന്നും ഉണ്ടാവില്ല. എന്നാലും ആണി ഇതിങ്ങനെ കുറച്ച് തറച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ സാൻഡിക്ക് ഭയങ്കരമായിട്ട് വേദന ആകുന്നുണ്ട്. അപ്പൊ അവനിങ്ങനെ കരയുന്ന സമയത്ത് ഡെന്നീസ് അവനെ സമാധാനിപ്പിക്കുകയാണ്, മോനെ കരയണ്ട, ഇവിടെ തന്നെ ആശുപത്രിയുണ്ട്, നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോവാം, ഡോക്ടേഴ്സ് വേഗം ഇത് പതിയെ ഒഴിത്തരും, നീ കരയല്ലേ. അങ്ങനെ പതിയെ അവനെയും കൂട്ടി പോകുന്ന സമയത്ത് നേരത്തെ ഈ ഡെന്നീസ് നമ്മുടെ മിലിറ്ററി അപ്പൂപ്പനെ വെട്ടിവെച്ചിട്ടില്ലേ, അദ്ദേഹത്തിന്റെ രക്തം ഒരു ഇച്ചിരിയായിട്ട് അങ്ങനെ ഒലിച്ചു കിടക്കുന്നുണ്ട്. ആ രക്തത്തിൽ ഈ സാൻഡി ചവിട്ടുകയാണ്. കാലൊന്ന് തെന്നിപ്പോയി, സ്കിഡായി പോയി, നേരെ താഴേക്ക് ചെന്ന് വീഴാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വീഴ്ചയായിരുന്നു. എണീക്കട ചെക്കാന്ന് പറഞ്ഞിട്ട് സാൻഡിയെ ഇപ്പൊ ഡെന്നീസ് എടുത്ത് പൊക്കാൻ നോക്കുമ്പോൾ പൊന്തുന്നില്ല. കാരണം എന്താ, ഒരു ഇച്ചിരി തറച്ച് കിടന്നിരുന്ന ആ ഒരു ആണി അത് മുഴുവനായിട്ടും തലയിലേക്ക് കയറിപ്പോയി. സ്പോട്ടിൽ തന്നെ ചെക്കന്റെ കാറ്റ് പോയി. ഇത് ഡെന്നീസിന് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. ആകെ കൂടി അവന് ഭ്രാന്തെളുകയാണ്. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചുറ്റിയുമായിട്ട് അവൻ നേരെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡാർബി അവിടെ ഉണ്ടായിരുന്ന കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ ഡെന്നീസ് ആ ഒരു എന്താ പറയാ ആണികളുണ്ടല്ലോ, ഇത് വെച്ച് കാറിന് നേരെ ഫയർ ചെയ്യാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആണി അങ്ങനെ വന്ന് കയറുന്നുണ്ട്, ചില്ലെല്ലാം പൊട്ടുന്നുണ്ട്. നമ്മുടെ മില അതുപോലെ തന്നെ ഡാർബി രണ്ടുപേരും പേടിച്ചു പോകുന്നുണ്ട്. മാത്രമല്ല ഇവര് കാറ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാർ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിനിട്ട് ഒരു കുത്തു കൊടുക്കുകയാണ്. ആക്സിഡന്റ് ആയി. എന്തായാലും ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇവർ കിടക്കുന്ന സമയത്തും ഡാർബി അവളുടെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നില്ലേ, എന്തായാലും അത് പതിയെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നീട് ആണി അടിക്കുന്ന ആ ഒരു മെഷീൻ ഗണ്ണുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ പോലീസുകാരൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. കയ്യിൽ ഗണ്ണുണ്ട്. എന്നാൽ ഈ വന്നിറങ്ങിയിട്ടുള്ള പോലീസുകാരന് അറിയില്ല ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കിയ ആൾ ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഈ ഒരു ഡെന്നീസിന് നേരെ പോലീസുകാരൻ ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡെന്നീസ് പറയാണ്, സാറേ ഞാനല്ല ചെയ്തത്, ഞാനാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്, ആ കാറിലാണ് ആ കുട്ടിയുള്ളത്, ആ കാറിലെ സ്ത്രീയാണ് ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പൊ പോലീസിന് ആ ഒരു കൺഫ്യൂഷൻ ആവുകയാണ്, ഇത് ഇയാളിപ്പോ പറയുന്നത് വിശ്വസിക്കണോ വേണ്ടിയോ എന്ന്. അതേ സമയത്ത് തന്നെ ഈ ഡെന്നീസിന്റെ ഒരു കൈ ഉണ്ടല്ലോ കാറിന്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഈ പോലീസുകാരന് കാണുന്നില്ല. അതായത് പോലീസുകാരൻ ഇവന്റെ നേരെ നിന്നും ഗണ്ണ് മാറ്റുകയാണെങ്കിൽ ആ ഒരു ആണിഗണ്ണുണ്ടല്ലോ ഇത് വെച്ച് പോലീസുകാരനെ ഷൂട്ട് ചെയ്യാനാണ് ഇവന്റെ പ്ലാന്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഡാർബി ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ ഓൾറെഡി ഈ ഒരു ഡെന്നീസിന്റെ തന്നെ ഗണ്ണുണ്ട്, അത് വെച്ച് ഈ ഡെന്നീസിനെ ഷൂട്ട് ചെയ്യാണ്. വെടികൊണ്ട് അവൻ നിലത്ത് വീഴാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡാർബി ഉണ്ടല്ലോ വേഗം കാറിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവനെ കൊല്ലാൻ നിൽക്കുമ്പോൾ നമ്മുടെ പോലീസുകാരൻ വിചാരിച്ചു യഥാർത്ഥ പ്രശ്നക്കാരി നമ്മുടെ ഡാർബി ആയിരിക്കാന്ന്. അതുകൊണ്ട് പിന്നിൽ നിന്നും പോലീസുകാരൻ ഡാർബിയെ ഷൂട്ട് ചെയ്യാണ്. വെടിയേറ്റ ഡാർബി നിലത്ത് വീഴുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തെറിച്ചു പോവാണ്. എന്നെ തൊട്ടടുത്ത് വെടിയേറ്റ് കിടന്നിരുന്ന ഡെന്നീസ് മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവന് പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്തിട്ട് ഇവൻ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ആ പോലീസുകാരനെയാണ്. പോലീസുകാരൻ പെട്ടെന്ന് നിലംപൊത്തി വീഴാണ്. ഇതിനുശേഷം നമ്മുടെ ഡാർബിയെ ഒന്നുകൂടെ ഷൂട്ട് ചെയ്ത് കൊല്ലാം എന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം എന്താ ചെയ്തതെന്ന് അറിയോ, ആ ഒരു ആണി ഫയർ ചെയ്യുന്ന ആ ഒരു മെഷീൻ ഗണ്ണ് എടുത്തുകൊണ്ട് ഡെന്നീസ് നേരെ ചെല്ലുന്നത് പോലീസുകാരന്റെ അടുത്തേക്കാണ്. ഇയാളുടെ നേർക്ക് ഒരുപാട് തവണ ഈ ആണി അടിച്ചു കൊടുക്കാൻ കേട്ടോ. പോലീസുകാരൻ സ്പോട്ടിൽ തീർന്നു. ഇതിനുശേഷം പോലീസുകാരന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ടല്ലോ, അതിൽ ബുള്ളറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഗണ്ണ് എടുത്തുകൊണ്ട് നേരെ ഡാർബിയുടെ മേത്തേക്ക് വന്നിരിക്കുകയാണ് ആര്, ഈ ഒരു ഡെന്നീസ് തന്നെ. എന്നിട്ടൊരു സൈക്കോയെ പോലെ അവളുടെ തലയുടെ പല ഭാഗത്തായിട്ട് നീ എന്റെ അനിയന് നേരെ ഗണ്ണ് ചൂണ്ടുകല്ലേ, ഞാൻ എവിടെയാ വെക്കേണ്ടത്, ഇവിടെ വെച്ചാലോ ഇവിടെ കിട്ടുന്ന പൊട്ടിച്ചാലോ. ഇവരിങ്ങനെ അവസാന സമയത്ത് ഈ മാസ് കാണിച്ചത് എന്തായാലും വല്ലാത്ത അബദ്ധമായി പോയി. നമ്മുടെ ഡാർബിയുടെ കയ്യിൽ നല്ല ഒന്നാമതൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, ഒരേറ്റ കൂത്താൻ കൊടുത്തു കഴുത്തിന് തന്നെ. എന്നിട്ട് അതിട്ട് നല്ല തിരിയാൻ കൊടുത്തോട്ടെ. ഇവൻ കിടന്ന് പെടയാൻ തുടങ്ങുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെ തെറിച്ചു പോയി. എന്നാൽ ഇതുകൊണ്ടൊന്നും നമ്മുടെ ഡാർബി നിർത്തുന്നില്ല. ഇത് ഊരിയിട്ട് പിന്നിട്ട് കുത്താണ്. ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങി നിറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയാണ് കേട്ടോ. എന്നിട്ട് അവൾ
അവള് വെറുതെ വിടുന്നില്ല, വലിച്ച് കീറിയെടുത്ത് അവന്റെ ചങ്ക് കൊരവള്ളി കീറുക എന്ന് പറയില്ല, അതേ പരിപാടി തന്നെ. അതായത് അവളുടെ ഉള്ളിലും വല്ലാത്തൊരു വയലൻസ് ഉണ്ടായിരുന്നു, അത് അവൾ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ചത്ത് മലച്ച് വീണ ഈ ഒരു ഡെനീസിനെ മൈൻഡ് ചെയ്യാതെ തീരെ വയ്യാഞ്ഞിട്ട് കൂടി ആ ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് നമ്മുടെ ഡാർബി എഴഞ്ഞെഴഞ്ഞു പോവാണ്. ദേഹത്തുനിന്ന് ഒരുപാട് രക്തവും പോയിട്ടുണ്ട്. ഇതിപ്പോ എന്തിനാണ് ഈ ഒരു സമയത്ത് വരെ അവളിങ്ങനെ ചെയ്യുന്നത്? കാരണം ഓൾറെഡി ഈ ഒരു ഡെനീസ് ചത്ത് കഴിഞ്ഞല്ലോ. ഇത് മാത്രം പോരാ, കാരണം നല്ല തണുപ്പുള്ള ഏരിയ ആണ്, അവൾക്കായിട്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. മിലയാണെങ്കിൽ കാറിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് ഒരു വിധത്തിൽ എഴഞ്ഞു ചെന്നിട്ട് ഇയാളുടെ വാക്കി ടോക്കിയിലൂടെ പോലീസുകാർക്ക് മെസ്സേജ് കൊടുക്കുകയാണ്, ഇതാണ് സ്ഥലം, ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചു, പോലീസുകാർ മരിച്ചു കഴിഞ്ഞു. അധികം വൈകാതെ പോലീസുകാർ മുഴുവനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിലയെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മുടെ ഡാർബിയുടെ കാര്യം കുറച്ച് മോശമായിരുന്നു എന്ന് കരുതി നമ്മുടെ ഡാർബി മരണപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരുപാട് രക്തം പോയെങ്കിലും അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവളെ അതേ ഡി അഡിക്ഷൻ സെന്ററിൽ തന്നെ കാണിക്കുകയാണ്. അവിടെയാണ് ഇപ്പോഴും നമ്മുടെ ബാർബി ഉള്ളത്. ആ സമയത്താണ് ഡാർബിയെ കാണാനായിട്ട് ആരോ വന്നു എന്ന് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത്. നേരെ ഡാർബി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. ഞാൻ വിചാരിച്ചു മിലയായിരിക്കുമെന്ന്. എന്നാൽ വന്നത് മിലയായിരുന്നില്ല, ഡാർബിയുടെ ചേച്ചിയായിരുന്നു. ഒരിക്കലും അവളെ കാണണ്ട, ഇങ്ങനൊരു അനിയത്തിയേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബന്ധം തന്നെ ഒരു സമയത്ത് ഒഴിവാക്കി വിട്ട് അവളുടെ ചേച്ചിയാണ് അവളെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഡാർബിയെ കണ്ട സമയത്ത് അവളെ കെട്ടിപ്പിടിച്ച് കുറെ കാര്യമാണ് അവളെ കൂടെ കൊണ്ടുപോവാണ്. കാരണം എന്താണ്, ഡാർബി ചെയ്ത കാര്യങ്ങളൊക്കെ എന്തായാലും വാർത്തയിലൂടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ മീല. അപ്പൊ അവളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ഡാർബി കാട്ടിക്കുട്ടിയ വയലൻസ്, അല്ലെങ്കിൽ കഷ്ടപ്പാട്, ഇതെല്ലാം എല്ലാവരും വാർത്തയാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഡാർബിയുടെ ചേച്ചിയും അറിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല ഡാർബി ഇപ്പൊ പഴയതുപോലെ ഒന്നുമില്ല. ഡ്രഗ്സിന്റെ ആ ഒരു അഡിക്ഷനും കാര്യങ്ങളൊക്കെ അവള് എന്താ പറയാ പതിയെ പതിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡാർബിയുടെ ചേച്ചി അവളെ കൂട്ടാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും അവളെ കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകണം. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. എങ്ങനെ, കഥ ഇഷ്ടമായോ? ഇഷ്ടമായി എന്താ ചെയ്യേണ്ടേ? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള കഥകൾ, ത്രില്ലിംഗ് സ്റ്റോറി, വയലൻസ് ആയിട്ടുള്ള സ്റ്റോറികൾ വേണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാം. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു നല്ല കഥയുമായിട്ട് നാളെ തന്നെ ഞാൻ വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.